അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. കണ്ട് നോക്കി നോക്കൂ, നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല കുക്കിംഗ് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം പറയാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സ് തന്നെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. കണ്ട് നോക്കി നോക്കൂ. ഫസ്റ്റത്തെ ടിപ്പ്, സോയാബീൻ എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അവിടെ പറഞ്ഞു തരുന്നത്. നമുക്കിത് നല്ല ഉപകാരമാണ് സോയാബീനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആയ ആൾക്കാർക്ക്. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും എളുപ്പമാണ്. ചടവടായെന്ന് പറഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം സോയാബീൻ നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണേ. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ശരിക്കും പിഴിഞ്ഞു പോക്കണം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി. ഫ്രീസറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വേവിച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചടപടയെന്ന് പറഞ്ഞിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാനും, അതുപോലെ വെജ് ബിരിയാണി എന്തിനും ആവശ്യത്തിനനുസരിച്ചിട്ട് അന്നേരം നമുക്ക് എടുക്കാം. ഇത് നമുക്ക് 1-2 മാസം അങ്ങനെ ഫ്രിഡ്ജിലൊന്നും ആവാതെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോഴത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്സിലേക്ക് പോകാം. ഒരാഴ്ചത്തോട്ടേക്കോ അല്ല 2 ആഴ്ചത്തോട്ടേക്കോ ആറാംസെ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് അവിടെ പറഞ്ഞു തരുന്നത്. നമുക്ക് ചീസ് പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1 ലിറ്റർ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഫ്രഷ് മിൽക്കോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ക്രീം മിൽക്കോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റിക്ക് കിട്ടണമെങ്കിൽ 1 ലിറ്റർ തന്നെ വേണം. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയും കണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ പൊടി നമുക്കിതിലേക്ക് നിർബന്ധമാണ്. അതേപോലെ തന്നെ പുതിനൻ്റെ ഇല ഉണ്ടല്ലോ, ഡ്രൈ ആയിട്ടുള്ള, അതും നമുക്കിതിലേക്ക് വേണം കേട്ടോ. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് എടുത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂണാണ് എടുത്തത്. എന്നിട്ട് നല്ലപോലെ പാല് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം വിനിഗർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒന്നുകൂടെ നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് വെള്ളുള്ളിയും കൂടെ വേണം കേട്ടോ. 1 അല്ലി തന്നെ 1 ലിറ്റർ മിൽക്കിലോട്ടേക്ക് ധാരാളമാണ്. നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും നല്ല പോലെ തിളപ്പിക്കാം കേട്ടോ. അപ്പോഴിതങ്ങനെ പിരിഞ്ഞ് വരും. പിരിഞ്ഞ് വന്ന് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് അങ്ങനെ ആ ഒരു വെള്ളമെല്ലാം പോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വെള്ള കളറുള്ള കോട്ടൺ തുണിയില്ലായിരുന്നു, ഒരു ഷോളാണ് ഞാൻ എടുത്തത്. ഷോള് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം എടുക്കാൻ. അതേപോലെ കളറ് പോകുന്ന തരമുള്ള ഷോൾ അങ്ങനത്തെ ഒന്നും എടുക്കരുത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാധാ ടവലിൽ അങ്ങനെ ആക്കിയെടുത്താലും മതി. എന്നിട്ട് നമുക്കിതിലേക്കുള്ള വെള്ളം അങ്ങനെ പോക്കിയെടുക്കാം. പിന്നെ ഇത് കുറേ നേരം ഇങ്ങനെ നമുക്കിതങ്ങനെ അതിൻ്റെ ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വെള്ളം പോക്കിയിട്ട് എടുക്കാം. കാരണം ഇത് നല്ല പോലെ സ്മാഷ് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്കൊരു ക്രീമി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചതിലൊന്ന് വെള്ളം അങ്ങനെ കിടക്കണം. അപ്പോൾ അതിലുള്ള അത്യാവശ്യം വെള്ളം ഉള്ളത് ഞാൻ അങ്ങനെ പോക്കുന്നുണ്ട്. ഒരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും. ഇതെന്തായാലും നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊന്ന് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ബണ്ണോ ബ്രെഡോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതും അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ കറിയോ ചിക്കൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു സാലഡിൻ്റെ വരെ ആവശ്യമില്ല. കാരണം നല്ല ഫ്ലേവർ ആക്കിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. അപ്പോൾ ഇതാണ്ട് ഈ ഒരു പാലിൻ്റെ അംശം മുഴുവൻ ഞാനിതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല പോലെ ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് ആ ചൂടോടെ തന്നെ അത് ചെയ്യണം. എന്നാലേ നമുക്കതൊന്ന് കുറച്ചൊരു ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ബട്ടറും ചേർക്കുക. പിന്നെ അതേപോലെ മോസറല്ല ചീസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ പിന്നെ അതൊന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ സ്മാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ്. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1-2 മാസം അങ്ങനെ കിട്ടും. താഴെ ആണെങ്കിൽ ഒരു 2 ആഴ്ച അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബോക്സിലോ കുപ്പിയിലോ ഒക്കെ ആയിരിക്കാനായിട്ട് വെക്കാനായിട്ട് ജാറിൽ. പിന്നെ അതേപോലെ വെറ്റാണെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വരും, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് നമുക്ക് ബട്ടറൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ അലിഞ്ഞും കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ബട്ടറൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക ഫ്രീസറിലായിരിക്കും. അതാണെങ്കിൽ ആവശ്യത്തിന് എടുക്കണമെങ്കിൽ കുറേ നേരം പുറത്ത് വെക്കുകയും വേണം. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പത്തിൽ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മൾ വാങ്ങിയ പാടന്നെ അതിങ്ങനെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി ഓരോ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്
മറ്റേത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ, ബട്ടർ ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമാണ് നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നുള്ളത്. ഇത് ഏറ്റവും എളുപ്പത്തിലായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ബട്ടറിൻ്റെ ഈ ഒരു കവർ ഉണ്ടല്ലോ, അതായത് ഈ ഒരു പേപ്പർ, അത് പെട്ടെന്ന് തന്നെ എടുത്ത് കളയല്ല കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലും ചൂടാക്കുമ്പോൾ ഒരു ചോറിൻ്റെ ഒക്കെ മുകളിലോട്ടൊക്കെ ഇടുകയാണെങ്കിലോ ചപ്പാത്തിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിലോ അതിലുള്ള ബാക്കിയുള്ളതൊക്കെ നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാണ്ട് അടുത്ത ദിവസം ചോറ് ചൂടാക്കുന്നുണ്ടായിരുന്നു, ബിരിയാണി. അതിൻ്റെ മുകളിലോട്ടൊക്കെ ആ ബട്ടറിൻ്റെ പേപ്പർ അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ഫ്ലേവറൊക്കെ അങ്ങനെ ഇറങ്ങി കിട്ടും. അപ്പോൾ ആ ഒരു ബോക്സ് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ചപ്പാത്തിൻ്റെ മാവൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോഴേ ബാക്കി വരികയാണെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അല്ലേ നമ്മൾ വെക്കാറ്. പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ കറുപ്പ് കളറും ആവും, കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യാറ് എന്താ അറിയോ, നമ്മുടെ ഡാൽഡൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നെയ്യിൻ്റെ ടിന്നൊക്കെ പിന്നെ ബാക്കി വരുമല്ലോ, അതായത് നെയ്യ് തീർന്നതിന് ശേഷം ആ ഒരു ടിന്നിലോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കാറ്. അങ്ങനെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ആ ഒരു മാവ് ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഡാൽഡൻ്റെ ഒക്കെ നെയ്യിൻ്റെ ടിന്ന് പിന്നെ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കളയണ്ട കേട്ടോ. 1-2 തവണ അതൊന്ന് റീയൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കളഞ്ഞോളൂ. അതേപോലെ നമ്മുടെ ചീസ് പനീർ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ അറിയാം, അതേപോലെ ചപ്പാത്തി, ചൂടുള്ള ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ അത് ശരിക്കും മെൽറ്റാവും കേട്ടോ. ഈ ഒരു ചപ്പാത്തി തണഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നെന്നുള്ളൂ. പിന്നെ അതേപോലെ അത് കുറച്ച് സമയം പുറത്തോട്ടൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ തണുപ്പ് പോകുമ്പോഴേ നമുക്കൊന്നുകൂടെ ക്രീമി ആയിട്ട് കിട്ടും. ഇതാ തണുപ്പിൽ തന്നെ ഞാനിങ്ങനെ എടുത്തിട്ടാണ് കുറച്ച് കട്ടിയായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോഴത് ബണ്ണിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം കേട്ടോ. അതേപോലെ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളാണെങ്കിലേ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഏറ്റവും ഉപകാരമായിരിക്കും കേട്ടോ. ഒരാഴ്ചയിലോട്ടൊക്കെ ഉള്ളതൊന്ന് എഴുതി വെച്ചാൽ മതി. എന്തൊക്കെ തോരനാണ് തയ്യാറാക്കുന്നത്, ക്യാരറ്റാണോ ക്യാബേജാണോ എന്താണെങ്കിലും. അപ്പോൾ അങ്ങനെ ക്യാബേജൊക്കെ അങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നേരി നല്ല നൈസായിട്ട് ഇതേപോലെ ഒന്ന് അരിയുക. പക്ഷെ കഴുകരുത് കേട്ടോ. കഴുകിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കറുപ്പ് കളറായിട്ട് വരികയും ചെയ്യും, ചീത്തായി പോവുകയും ചെയ്യും. അപ്പോൾ കഴുകാതെ തന്നെ അരിഞ്ഞിട്ട് വേണം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കാനായിട്ട്. താഴെ വെച്ചാൽ മതി കേട്ടോ. 2-3 ആഴ്ച നമുക്കൊന്നും ആവാതെ തന്നെ കിട്ടും. സാധാരണ ക്യാബേജൊക്കെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞ് അതിങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പം തന്നെ പെട്ടെന്ന് കറുപ്പ് വരും. പക്ഷെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചതിന് ശേഷം അങ്ങനെ കറുപ്പൊന്നും വരില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് പ്ലാൻ ആക്കാറ്. കാരണം എനിക്കിങ്ങനെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. പെട്ടെന്ന് നമുക്കൊരു ക്യാബേജിനെ കൊണ്ട് ഒരു ഫ്രൈഡ് റൈസോ പിന്നെ അതേപോലെ തന്നെ എഗ്ഗൊക്കെ നമ്മളാക്കൂല. അങ്ങനെ പെട്ടെന്ന് ആക്കണമെങ്കിൽ ഇത് നല്ല എളുപ്പമാണ് കേട്ടോ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ക്യാരറ്റും ചെയ്യാറുണ്ട്. ക്യാരറ്റ് പിന്നെ തൊലി പോക്കിയതിന് ശേഷം ശരിക്കും ഒന്ന് കഴുകും. വെള്ളത്തിൽ അങ്ങനെ സോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഒരാഴ്ചത്തോട്ടേക്ക് പ്ലാൻ ആക്കുന്ന രീതിക്ക് എടുക്കുക, എന്നിട്ട് ഇത് ഗ്രേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. എനിക്ക് എന്തിഷ്ടം അറിയാം, ഇങ്ങനത്തെ പണിയൊക്കെ ആക്കിയിട്ട് ഒരു ദിവസം ഒന്ന് മെനക്കെടുകയാണെങ്കിലും ബാക്കിയുള്ള ദിവസം നമുക്ക് ശരിക്കും ആറാംസേ നമ്മുടെ പണി വേഗം തീരും. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ബോക്സിൽ ക്യാരറ്റ് മാത്രം വെച്ചു, ഒരു ബോക്സിൽ ക്യാബേജ് മാത്രം വെച്ചു, ഒരു ബോക്സിൽ ക്യാരറ്റും ക്യാബേജും കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ബോക്സിൽ നമുക്ക് ആക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമായി. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വെണ്ടയ്ക്ക് വേറെ എന്ത് വെജ് നിങ്ങൾ പ്ലാൻ ആക്കുമെങ്കിൽ ഇതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പ്രത്യേകിച്ചിട്ട് ആ സോയാബീനൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1-2 മാസമൊന്നും ഒന്നും ആവത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെജ് ബിരിയാണിയോ അല്ലെങ്കിൽ മറ്റേ കുറുമ അങ്ങനെ എന്ത് വേണമെങ്കിലും ചടപടയെന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതേപോലെ വേവിച്ച് വെക്കുകയാണെങ്കിൽ സമയം നമുക്ക് ശരിക്കും ലാഭിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു പനീർ ചീസ് ഉണ്ടല്ലോ, അതും എന്തായാലും ട്രൈ ചെയ്യുക. ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കും കുട്ടികൾക്ക് സ്കൂളിലോട്ടൊക്കെ ആണെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.